അങ്ങനെ ബന്ധങ്ങളില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ സിമ്പിൾ ലഞ്ച്. മഷ്റൂം തോരൻ കഴിച്ചിട്ട് പറയൂ. നമ്മളിപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാലക്കറിയാണ് കേട്ടോ. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കോളിഫ്ലവറും ക്യാരറ്റുമാണ്. അപ്പോൾ കോളിഫ്ലവർ ഞാൻ നേരേക്ക് മഞ്ഞപ്പൊടിയും ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായി കഴുകണം. അപ്പോൾ ഇതൊന്ന് കഴുകട്ടെ കേട്ടോ. ഇനി ഞാൻ കോളിഫ്ലവറും ക്യാരറ്റും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മസാല എല്ലാം ഒപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. പെട്ടെന്ന് പരിപാടി കഴിയും. ഭയങ്കര ഈസി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള 2 പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് ഉപ്പ്, ആവശ്യമുള്ള വെള്ളം. ഇത് ചോറിനുള്ള കറിയാണേ. ഇതിനെ ഓണാക്കട്ടെ. ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ മസാല ഇടുന്നത്. അപ്പം ഞാൻ മസാല ഒന്ന് ചൂടാക്കണം. അപ്പം ഇതിൽ ഇതിൽ ഞാൻ മസാലകൾ ഒന്ന് ചൂടാക്കട്ടെ. ഇനി ഇതിലേക്കൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. സിമ്മിൽ വെക്കണേ. പിന്നെ ഒരു 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഓഫ് ചെയ്യാൻ കേട്ടോ. ഇതിനെ ഒന്ന് പേസ്റ്റ് മാതിരി ആക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പാർന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കട്ടെ. ഇങ്ങനെ ഇടുമ്പോഴേ ഇതിനൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. ഇനി ഇത് അതിലേക്ക് പകരം ഈ കഷ്ണങ്ങളിലേക്ക്. ഇനി ഇത് അടച്ചു വെക്കട്ടെ കേട്ടോ. ഒരു 2 വിസിൽ വന്നാൽ ഇത് ഓഫ് ചെയ്യേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം അരക്കുന്നുണ്ട് കേട്ടോ. പച്ച നാളികേരം അരക്കുന്ന ഒരു പിടി നാളികേരം. ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കേട്ടോ അരയ്ക്കുന്നത്. പെരിഞ്ജീരകം കൂട്ടി നല്ല സ്മൂത്തായിട്ട് അരയ്ക്കുക. ഇച്ചിരി കൂടി കുറച്ച് വെള്ളം പറഞ്ഞിട്ട് അരയ്ക്കുക. 2 വിസിൽ വന്ന് ആവിയൊക്കെ പോയിട്ടോ. ഇനി ഒന്ന് തുറക്കട്ടെ. കഷ്ണമെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഉപ്പ് പാരുന്നുണ്ട് കേട്ടോ അതിലേക്ക്. ഇത് നന്നായി തിളച്ചിട്ടോ. ഇനി ഉപ്പ് നോക്കട്ടെ. 1/2 സ്പൂൺ കൂടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഒരു 1/4 സ്പൂണും കൂടി ഇല്ല, ഒരു ശകലം ഗരം മസാല ഇടുന്നുണ്ട്. ഇതിന് നന്നായി ഇളക്കി നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഇനി വറുത്തിടണം. ഉള്ളി മാത്രമാണ് ഇതിൽ വറുത്തിടുക. അപ്പോൾ ഉള്ളി വറുത്തെടുത്ത് കേട്ടോ. എണ്ണ നന്നായി ചൂടായി. ഞാനൊരു ചെറിയ സവാളയുടെ ഒരു പകുതിയാണ് കേട്ടോ വറുത്തിടുന്നത്. ഇതിലേക്ക് ഇനി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായി മൂത്ത് കേട്ടോ. ബ്രൗൺ കളറായി. ഇനി ഇത് ഓഫ് ചെയ്യാണ്. 2 മല്ലിയുടെയും ഇലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊരു മസാലക്കറിയല്ലേ, അപ്പോൾ കുറച്ച് മല്ലിയുടെ ഇല ഇട്ടാൽ നല്ല സ്വാദുണ്ടാവും. അപ്പോൾ കൂട്ടാനുണ്ടാക്കി. ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ മഷ്റൂം തോരനാണ്, മഷ്റൂം ഉപ്പേരി. ഇത് ഞാൻ ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ വൺസ് ഓഫ് വണ്ടർലാൻഡിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഫുഡ് വേൾഡിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഈ ഒരു മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകുക, വേണമെങ്കിൽ മഞ്ഞൾ വെള്ളത്തിൽ കഴുകാം. അപ്പോൾ ചോറും കൂട്ടാനുമായി. ഇനി മഷ്റൂം വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ഈ ഒരു മഷ്റൂം എടുത്ത് ഇത് ചെറുതാക്കി ഇങ്ങനെ നന്നായിട്ട് സ്ലൈസായിട്ട് ഇങ്ങനെ അരിയാം. ചെറുതായിട്ട് ഇങ്ങനെ അരിയാം കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടി നല്ല ടേസ്റ്റ്. പക്ഷെ മസാലക്കറി അല്ല, ശരിക്കും ഉപ്പേരി പോലെ തന്നെ. അപ്പോൾ നമ്മൾ മഷ്റൂം ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ പോവാണ്. അതിന് മുന്നേ സമയം കളയാതെ നല്ല മീനും കൂടെ ഉണ്ട്, മാന്തള്. അത് വറക്കാം. അല്ലാതെ കുറേ സമയം എടുക്കും. കാരണം അതൊരു കിലോ മാന്തളുണ്ട്. അപ്പൊ എയർ ഫ്രയർ പറ്റില്ല, കാരണം സമയം ഒരുപാട് വേണം. ഞാൻ പാരുന്നത് ഗ്രൗണ്ട് നട്ട് ഓയിലാണ് കേട്ടോ. നല്ല സ്വാദുണ്ട്. ഞാൻ ഇതിപ്പോ ഇതിട്ടിട്ടുള്ള ഭക്ഷണം ആദ്യമായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഇതിപ്പോ എത്രത്തോളം നല്ലത് കിട്ടും അറിയില്ല. പക്ഷെ നല്ല വെളിച്ചെണ്ണ മായി തന്നെ ഏറ്റവും നല്ല. പിന്നെ ഇത് നിലക്കടലയിൽ നിന്ന് ഉണ്ടാക്കണല്ലേ, അപ്പൊ ഹെൽത്തിനും ഹെൽത്തിയാണ്. ഗ്രൗണ്ട് നട്ട് ഓയിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കുറച്ച് കാലമായിട്ട്.
ഇപ്പൊ എണ്ണ നന്നായി ചൂടായിട്ടോ. അത് ഈ പാത്രത്തിൽ കുറെ ഇടും ചെയ്യാം, പെട്ടെന്ന് വറുത്ത് കഴിയും. നമ്മുടെ നാട്ടിൽ അധികം കിട്ടിയ ചെറിയ മീൻ, ചെറിയ മാന്തള. പക്ഷെ ഇതും കിട്ടും. അതെ, ഇവിടെ പക്ഷെ ചെറിയ മാന്തള കിട്ടില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മാന്തള എന്ന് പറഞ്ഞാൽ ഈ പട്ടത്തി മാന്തളാണ് വരിക, അതായത് ഇത്ര വലുത്. പക്ഷെ ഇത് നല്ലതാ, ഫ്ലഷ് ഉണ്ടാവും. മറ്റേത് അതെ ആ, പക്ഷെ കറി വെച്ച അടിപൊളിയാ. എനിക്ക് ആ ചെറിയ മാന്തള ഇഷ്ടം കേട്ടോ. പക്ഷെ ഇത് പക്ഷെ നല്ല ടേസ്റ്റാ. പ്രൈവരാംശത്തിന് ഈ മാന്തള ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പക്ഷെ ഇതേ കിട്ടുള്ളൂ. ഇവിടെ ചെറുത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ചെറുതിന്റെ ഉള്ളിമുളക് അരച്ച കൂട്ടാൻ നല്ല ടേസ്റ്റ് അല്ലേ. കൊറേ കാലായി കഴിച്ചിട്ട്. അതെ, പിന്നെ ഉണക്കല് കിട്ടും, ഉണക്ക മാന്തള. അത് ഇവിടെയും കിട്ടും. എപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം ഉണക്കല്. പണ്ടൊക്കെ ഉണക്കേ എന്താ ഇങ്ങനെ വറക്കൊന്നുമില്ല, ഇങ്ങനെ ഒരു കണലിന് വെച്ചിട്ട് കിട്ടും. അപ്പൊ എന്താ വെച്ചാൽ നല്ല നമ്മളിപ്പോ ഈ ഇതില് വെക്കണ മാതിരി തന്നെ എണ്ണയൊന്നുമില്ലാതെ അതൊക്കെ ആവുമ്പോ പിന്നെയും പ്രശ്നമില്ല. പക്ഷെ ഉണക്കൽ അത്രയും ടേസ്റ്റി അല്ല. ഈ ഉപ്പ് നിറയിട്ടിട്ട് ഉണ്ടാക്കുന്ന അവരുണ്ടാക്കുന്ന രീതി ഒക്കെ നമ്മള് വീട്ടിലുണ്ടാക്കാം കേട്ടോ. ഉണക്കമാന്തലൊക്കെ ഉണക്കാം, മത്തിയൊക്കെ ഉണക്കാം. പക്ഷെ നമ്മളതൊന്നും ചെയ്യാറില്ല, അത് മാത്രം. അപ്പോൾ മഷ്റൂം നമ്മൾ നന്നായിട്ട് നുറുക്കി വെച്ചു. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഈ മഷ്റൂം ഇട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് അതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇവിടെ മഷ്റൂം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഷ്റൂം ആദ്യം ഫുള്ളുണ്ടെങ്കിലും അതങ്ങോട്ട് ചുങ്ങി ഒന്നും അല്ലാതെയാവും. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഉപ്പിട്ടിട്ട് ഇതാ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് അടച്ചു വെച്ചു. മഷ്റൂം ഒരു 3 മിനിറ്റേ വേണ്ടു വേവാൻ. അപ്പോൾ ആ 3 മിനിറ്റ്സിൽ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അരപ്പാണ്, കുറച്ച് നാളികേരൊക്കെ ചേർത്ത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഡ്രൈ ബാജി പോലെ ചപ്പാത്തിക്കും ഏറ്റവും ടേസ്റ്റ് ചോറിനാണ്. അപ്പോൾ ഇത് ആകുമ്പോഴേക്കും നമുക്ക് ആ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നാളികേരം, അധികമൊന്നും വേണ്ട, ആ ഒരു മഷ്റൂമിനുള്ളത് മതി കേട്ടോ. എത്ര ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ടില്ല. കുറച്ച് മുളക് പൊടി, അതൊരു ടീസ്പൂൺ വരെയൊക്കെ ആവാം എരിവിനനുസരിച്ച്. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ ക്രഷ് ചെയ്തെടുക്കണേ, അമ്മിയിൽ അരക്കണ പോലെ. ഇതായി കഴിഞ്ഞോ? അപ്പം ഇതാട്ടോ ക്രഷ് ചെയ്തത് കണ്ടോ. അമ്മിയിൽ അരക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അയ്യോ മീനിൻ്റെ ചുമ. അപ്പോൾ ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് ഇനി ഇത് ഫുള്ള് വേവണതിൻ്റെ മുന്നേ, വെള്ളം വയ്ക്കണതിൻ്റെ മുന്നേ ഇതിലേക്ക് ചേർക്കുക. കാരണം ഈ നാളികേരത്തിൻ്റെ ആ ഒരു പച്ചച്ചോയ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് നന്നായിട്ട് ഈ മഷ്റൂമിൽ മിക്സ് ചെയ്യാം. മഷ്റൂം ഇപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ടാവും. ഇനി നാളികേരത്തിൻ്റെ ഒരു പച്ചച്ചോയും കൂടെ മാറണം. എന്നിട്ട് നല്ലോണം വെള്ളമൊക്കെ വറ്റി ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സിമ്പിൾ ലഞ്ച്. ചോറ്, കോളിഫ്ലവർ മസാലക്കറി, മഷ്റൂം തോരൻ, പട്ടി മാന്തൽ, ടോട്ടലി ഡിഫറെന്റ് ആണ്. തൈര് കഴിഞ്ഞ ഇരുമ്പാമ്പളി അച്ചാറ്. എന്താ അങ്ങനെയൊക്കെ ഉണ്ടോ? ബന്ധമൊക്കെ വേണോ? അല്ല, അങ്ങനെ ബന്ധങ്ങളില്ല. അവരൊക്കെ തമ്മിൽ ബന്ധുക്കളല്ല, ശത്രുക്കളാണ് ഫുള്ള്. ഓ, മറ്റാളവിടെ പപ്പടം ഇതൊന്നും ഇല്ലാതെ പപ്പടം ഇല്ലാത്തതിന്റെ ദേഷ്യം. പപ്പടം കാച്ചാൻ പോവാ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പോലെ പപ്പടം. ഇതെന്താ കറി? രംഷന്റെ ഫേവറേറ്റ്. മണം അല്ല, രമേഷിന് ഇഷ്ടം ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാന് അല്ലേ, മഷ്റൂം തോരന. അത് രംഷന്റെ ഫേവറേറ്റ്. ഞാൻ എപ്പോഴും ഓഫീസിലേക്കൊക്കെ വെക്കാറുണ്ട് അല്ലേ. ഫുള്ള് എന്റെ ഫേവറേറ്റ് ആണ്. ഈ മാന്തള എന്റെ ഫേവറേറ്റ് ആണ് അല്ലേ. യെസ്, താങ്ക് യു. അതിനെന്നും അങ്ങനെയാണല്ലോ. അച്ഛ മഷ്റൂം തോരൻ കഴിച്ചിട്ട് പറയൂ.
കഴിച്ചിട്ടും കൂടി ഇല്ലേ, വെറുതെ പറയണത്. അല്ല ഞാൻ ആദ്യം കാണുന്നത് മഷ്റൂം കഴിക്കാൻ. ഒരാള് ഇവിടെ ഇത് നോക്കി പപ്പടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അമ്മമ്മ കാച്ചിത്തരാൻ. പപ്പടം വേണ്ട, മീനുണ്ടല്ലോ. മഷ്റൂം അടിപൊളി കേട്ടോ. മഷ്റൂം അടിപൊളി ഉണ്ടാ. ഇത് വെജിറ്റേറിയൻസിനൊക്കെ ഇപ്പൊ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ ഈ മഷ്റൂം ആയിട്ട് ഇങ്ങനെ തോരൻ. കാരണം എന്നും സത്യം പറഞ്ഞ ഈ വെജിറ്റേറിയൻ ഡിഷ് നമുക്ക് ദേഷ്യം വരും. ഈ കാളനും അവിനും ആ ഓലനും അല്ലാതെ സത്യം പറഞ്ഞ ഒരു സ്പെഷ്യൽ എന്താ ഉള്ള മീനും ചിക്കനും ഒക്കെ പോലെ. അപ്പൊ ഇവിടെ നോർത്തിലാണെങ്കിൽ നല്ല നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ മഷ്റൂം തോരൻ, പനീറാണെങ്കിലും ചോറിന് മാച്ച് ആവില്ലല്ലോ. അപ്പൊ അതൊരു നല്ല ഓപ്ഷനാണ്. എത്തുകിട്ടെ ഈ കോളിഫ്ലവർ മസാലയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് തൈര് അല്ലേ. തൈര് ഉണ്ടെങ്കിലാണ് കോളിഫ്ലവർ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ചൂടും ഈ ചൂടത്ത് ഈ ചൂട് നല്ല വെറൈറ്റി. ഞാൻ എന്താ ബന്ധുക്കള് ഉദ്ദേശിച്ച എന്താ അറിയോ, അതായത് നമ്മളിപ്പോ 4-5 വിഭവങ്ങൾ ഉണ്ടെങ്കിലേ ഓരോ കറി എടുക്കുമ്പോഴും ഓരോന്നിന്റെ ടേസ്റ്റും മറ്റതിനോട് ഏകദേശം സിമിലർ ആയിട്ട് നമുക്ക് ആ വ്യത്യാസം ശരിക്കും അറിയില്ല. പക്ഷെ ഇത് ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് പോയി, വെസ്റ്റ് നിന്ന് വീണ്ടും നോർത്തിലേക്ക് പോയി, അങ്ങനെ ഒരു ടൈപ്പ് അല്ലേ. അപ്പൊ ഓരോന്നിനും ഓരോ ടേസ്റ്റ്. അതാണ് നന്നായിട്ടില്ലേ? നന്നായിട്ട് അടിപൊളി. അപ്പൊ അതാ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. ഷെയർ ചെയ്യുക, സ്വപ്നാസ് ഫുഡ് വേൾഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.